ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ പറ്റുന്ന കുറച്ച് അബദ്ധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് നമ്മളുടെ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാത്രിയിൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അതായത് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലമാണ്. രാത്രിയിൽ നമ്മളൊരു ഫുഡ്, അതായത് ഡിന്നർ കഴിച്ചതിന് ശേഷം സ്നാക്സ്, ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. പക്ഷേ അത് ഒരു നല്ല ശീലമല്ല. കാരണം ഇത് രക്തസമ്മർദ്ദത്തെ ഉയർത്തുന്നു. ഇതിലൂടെ നമ്മുടെ ഹൃദയ പ്രവർത്തനങ്ങൾക്കും കാര്യമായിട്ടുള്ള മാറ്റവും സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ സ്നാക്സ് കഴിക്കുന്നത് കൊണ്ട്. ഡിന്നറിന് ശേഷം അങ്ങനെ സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലമാണ്, നിർബന്ധമാണ് എന്നുള്ളവർ കുറഞ്ഞ അളവിൽ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ആണെങ്കിലും മുതിർന്നവരായാലും ഇങ്ങനത്തെ ഒരു ശീലം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. രണ്ടാമതെന്ന് പറയുന്നത് ചെറുമയക്കമാണ്. അതായത് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങണമെന്നില്ല, പക്ഷേ കുറച്ച് നേരത്തേക്കൊന്ന് ഉറങ്ങട്ടെ, അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ചെറു മയക്കം കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഉറക്കം വരുമ്പോൾ അത് നല്ലതായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി ഷോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉറക്കം വരണം, കുറച്ച് ഉറങ്ങിക്കാം, എന്നിട്ട് കുറച്ച് എണീക്കാം എന്നുള്ള ഒരു ശീലം രാത്രിയിൽ കഴിവതും ഒഴിവാക്കുക. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പലപ്പോഴും ഒരു ചെറുമയക്കം ശീലമായിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണും. പക്ഷേ ഇത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത്തരത്തിലുള്ളൊരു മയക്കം നമ്മുടെ രാത്രിയിലെ ഉറക്കത്തെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. പിന്നീട് ഒരു ഉറക്കത്തിൻ്റെ ഒരു സ്ലീപ്പിംഗ് ഒരു ഇത് കിട്ടത്തില്ല. ഉറങ്ങിയേ പറ്റൂ എന്നാണെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ മാത്രം ഉറങ്ങുക. അല്ലാതെ കുറച്ച് 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നീട് ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോയാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. മാത്രമല്ല അത് പിന്നീട് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ്ഡ് ആക്കും, നല്ലൊരു ഉറക്കത്തെ ഡിസ്റ്റർബ്ഡ് ആക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ ക്ഷീണം നമ്മളുടെ മുഖത്ത് കാണുകയും ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും വ്യായാമം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈവനിങ്ങിൽ വ്യായാമം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണും. വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്യുമ്പോൾ കൂടുതൽ സമയം ചെയ്യരുത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വ്യായാമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നൽകുന്ന അമിത പ്രാധാന്യം പലപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇത് നമ്മുടെ ഉറക്കത്തെ മാത്രമല്ല, ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും കൂടിയാണ് ബാധിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ രാവിലെ ഒരു സ്ലീപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന വ്യായാമം പോലെ അല്ല സന്ധ്യാസമയങ്ങളിൽ വ്യായാമം. അതിൽ കൂടുതൽ നമ്മൾ അതിനു വേണ്ടി ചിലവാക്കരുത് എന്നുള്ളതാണ്. പൊതുവേ എല്ലാവരും, മിക്ക ആൾക്കാരും രാവിലെ ഇപ്പോൾ വ്യായാമം ചെയ്തില്ല അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വൈകിട്ട് അമിതമായിട്ടുള്ള വ്യായാമം ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അടുത്തതെന്ന് പറയുന്നത് ചിലർക്ക് ഉറങ്ങുന്നതിന് മുൻപ് മദ്യം കഴിച്ചിട്ട് ഉറങ്ങണം എന്നുള്ളൊരു ശീലം പൊതുവേ മദ്യം കഴിക്കുന്നവർക്കുണ്ട്. അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മദ്യപിക്കുന്നത് ഉറക്കത്തിൻ്റെ ആ ഘടനയെ തന്നെ ബാധിക്കും. അതൊരു കാര്യം. പിന്നീടുള്ളത് ആവശ്യത്തിനുള്ള ഉറക്കം ലഭിക്കാതിരുന്നാൽ ഇത് ആരോഗ്യത്തെ നല്ലതുപോലെ ബാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീടുള്ള ഒരു കാര്യമാണ് ഉറക്കം വരുമ്പോൾ ടി വി കാണുന്നത്. ഉറങ്ങാൻ പോകുമ്പോൾ ടി വി കാണുന്നത് അനാരോഗ്യമുണ്ടാക്കുന്ന ശീലങ്ങളിൽ ഒന്നാണ്. ടി വി സ്ക്രീനിൽ നിന്നും വരുന്ന നീല വെളിച്ചം ശരീരത്തിൽ മെലറ്റോണിൻ ഹോർമോണിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. ഇത് നമ്മുടെ ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഉറക്കം വരണമെങ്കിൽ ഉറങ്ങുക, ടി വി കാണാൻ തോന്നുമെങ്കിൽ കാണുക. ഇത് രണ്ടിൻ്റെയും ഒരവസ്ഥയിലൂടെ പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്, അതായത് ആരോഗ്യത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. സുഖകരമായിട്ട് ഉറക്കമാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഘടകം. എന്നാൽ പലപ്പോഴും നമ്മുടെ തന്നെ പല ശീലങ്ങൾ നമ്മുടെ ഉറക്കം നശിപ്പിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ്, അതായത് നമ്മൾ രാത്രി ചെയ്ത് കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.